മനുഷ്യരുടെ സെക്സിലും സെക്ഷുവാലിറ്റിയിലും ജെൻഡറിലും ഒക്കെ തന്നെ വൈവിധ്യമുണ്ട്. ബാക്കി എല്ലാ വൈവിധ്യങ്ങളും വി ആർ റെഡി ടു ആക്സെപ്റ്റ്, ബട്ട് ദിസ് വി വോണ്ട്. ഒന്ന് വൈഗയുടെ പഴയകാല ഫോട്ടോ ഇടുന്നതിന് മുന്നേ എനിക്കറിയില്ലായിരുന്നു ട്രാൻസ് ആണ്, ഒരു ഫീച്ചേഴ്സും ഇല്ല. പിന്നെ അവർക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഒരു പുരുഷ ശരീരത്തിൽ ജനിച്ച ഒരാളാണ്, ഒരു ആണുമല്ല പെണ്ണും അല്ലാത്ത കോലത്തിലൊക്കെയാണ്, അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യും. അത് സദാചാര നിയമത്തിന്റെ കണ്ണിൽ തെറ്റാണ്. പക്ഷെ എനിക്ക് എന്റെ ഭരണഘടന അത് അനുവദിച്ചു തരണം. മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു. ആൺകുട്ടിയാണെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് പറയും, പെൺകുട്ടിയാണെങ്കിലോ പോക്സോ ആയി. ഇത് രണ്ടും പ്രകൃതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പല ആളുകളും ട്രാൻസ്ഫോർമേഷൻ താല്പര്യം ഉണ്ടായിട്ട് നടത്തുന്നൊന്നും ആയിരിക്കില്ല. വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. എൻ്റെ ലൈഫിൽ ഞാനല്ല ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് ഒരു പെൺകുട്ടിയെ പറ്റി സംസാരിക്കുന്നത്? ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് വൈഗ സുബ്രഹ്മണ്യമാണെന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. കാണണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ്. റീലിൽ ഇങ്ങനെ നല്ല രസമുള്ള സാരിയൊക്കെ എടുത്ത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരാളെ ഭയങ്കരമായിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയും വർണ്ണിക്കുന്നതല്ല, എൻ്റെ കാഴ്ചയിൽ എനിക്ക് ഭയങ്കര രസം തോന്നിയതാണ്. അപ്പോൾ എനിക്കൊരു സംശയം, എൻ്റെ മാത്രം സംശയമാണേ. ട്രാൻസ്ജെൻഡേഴ്സ് മിക്കവരെയും ഞാൻ കാണുമ്പോൾ ഒരുമാതിരിപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ കാണാത്തതുകൊണ്ടായിരിക്കും, നിങ്ങൾ കണ്ടത്ര ആളുകളെ ഞാൻ കാണാത്തതുകൊണ്ടായിരിക്കും, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലുള്ളവരായിരിക്കും. നിങ്ങളെല്ലാവരും ഇതാണ് നിങ്ങളുടെ കോസ്റ്റ്യൂം. സാരിയിൽ ഇപ്പം ശീതളേച്ചിയാവട്ടെ, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു ചേച്ചി ആവട്ടെ, സീമയാവട്ടെ, എല്ലാവരും ഭയങ്കര എലഗൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു ഇത്? കാരണം വെച്ചാൽ ഞാനൊരു സ്ത്രീയാണ്, നിങ്ങളൊരു സ്ത്രീയാണ്. അപ്പം ഞാനിത് വിടുമ്പോൾ ഓക്കെയാണ്, ഞാൻ ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത്, ഞാൻ ഭയങ്കര കംഫർട്ടാണ്. എന്താണ് ഈ ഒരു കംഫർട്ട് ഇല്ലാത്തതാണോ, എന്താ സാരി എന്നുള്ളത് ചൂസ് ചെയ്തത്? കാരണം വൈഗ എപ്പോഴും സാരിയാണ്. അതെ, മിക്ക സമയത്തും സാരി ആയിരിക്കും. മിക്ക സമയത്തൊന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ സമയത്തും സാരിയാണ് ഉപയോഗിക്കുന്നത്. സാരിയിൽ ഇപ്പം ശരണ്യ പറഞ്ഞ പോലെ ശരണ്യത്തിൽ കംഫർട്ടാണ്, ഞാൻ സാരിയിൽ ഭയങ്കര കംഫർട്ടാണ്. പിന്നെ വേറൊരു വിയോജിപ്പുള്ളത്, ശരണ്യ പറഞ്ഞതിനോട് ഇപ്പം വിയോജിപ്പുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും സാരിയിലല്ല ട്രാൻസ് കമ്മ്യൂണിറ്റി. പക്ഷെ നമ്മൾ കാണുന്ന ആളുകൾ സാരിയിലായിരുന്നിരിക്കും. ഇപ്പം രഞ്ജിമാർ എന്ന് പറയുന്ന വ്യക്തി സാരി മാത്രമല്ല, അവർ എല്ലാ ഡ്രസ്സും ഉപയോഗിക്കാറുണ്ട്. സീമ വിനീത് എല്ലാ കൈൻഡ് ഓഫ് ഡ്രസ്സും അവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതൊരു പ്രായം, പിന്നെ നമ്മുടെ വളർന്ന സാഹചര്യങ്ങൾ, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ചോയ്സും നമ്മളുടെ ഇഷ്ടങ്ങളും ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഞാനൊക്കെ കുറച്ചിപ്പം ഒരു 42 വയസ്സായി കണ്ടിട്ടുള്ളത് വയസ്സുണ്ട്. അപ്പം എൻ്റെ അമ്മ സാരി ഉടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതാണ് കണ്ടു വളർന്നിട്ടുള്ളത്. അപ്പം എനിക്ക് സാരി ഉടുക്കാനാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള, അല്ല ലേറ്റസ്റ്റ് എന്നല്ല, ഇപ്പോഴത്തെ പുതിയ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരെല്ലാ കൈൻഡ് ഓഫ് ഡ്രസ്സസും അവരുപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ചോയ്സ്, അല്ലെങ്കിൽ ഇഷ്ടം, ലൈക്ക്, അതൊക്കെയാണ് ആളുകൾ. അല്ല, നമുക്ക് വസ്ത്രധാരണത്തിന് ഇഷ്ടങ്ങളുണ്ട്. ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ചില സമയം സാരി ഉടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ഡ്രസ്സിലും ഞാൻ എനിക്ക് ഒക്കേഷൻ, ഞാൻ എങ്ങോട്ട് പോകുന്നതിനെ ആശ്രയിച്ചിരിക്കും, ആരെ കാണാൻ പോകുന്നതിനെ ആശ്രയിച്ചിരിക്കും ഡ്രസ്സ് മിക്കപ്പോഴും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചില ആളുകൾ, നിങ്ങൾ കൂടുതലും വൈഗേനെ പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുള്ള സാരിയിൽ മാത്രമാണ്. ഞാൻ മറ്റൊരു ഡ്രസ്സിൽ അതുകൊണ്ടാണ് കേട്ടോ മറ്റുള്ളവരെയും കൂടെ ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു സംശയം ഇതാണ്, നമ്മളൊരു സ്ത്രീ, നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് വന്നൊരു ഒരാൾ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ കൂടി സ്ത്രീ ആണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ പറയാം, ഒരിക്കലും വൈഗ, എനിക്ക് തോന്നുന്നു വൈഗയുടെ പഴയകാല ഫോട്ടോ ഇടുന്നതിന് മുന്നേ എനിക്കറിയില്ലായിരുന്നു ട്രാൻസ് ആണ്. കാരണം ഒരു ഫീച്ചേഴ്സും ഇല്ല, മനസ്സിലായോ? മാത്രമല്ല നല്ല ഹെയർ. നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? എന്താ പറയുക, വൈഗയ്ക്ക് ചൂടെടുക്കുന്നുണ്ട്, എനിക്ക് ചൂടെടുക്കുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കുറവെന്നല്ല, ഒരു എന്താ പറയുക, നമ്മൾ ഇതിലായിട്ട് പറഞ്ഞില്ലേ കുല വേർഷൻ, അല്ലെങ്കിൽ ഭയങ്കര കേരള തനിമയെടുത്ത് സാരി എടുത്ത് അങ്ങനെ എന്തെങ്കിലും ആണോ ഇത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മുടെ ചോയ്സും ഒക്കെ രൂപീകൃതമാവുന്നത് ചിലപ്പം അത് ജോഗ്രഫിക്കലായിരിക്കാം, ബയോളജിക്കലായിരിക്കാം, നമ്മൾ വളർന്ന കസ്റ്റംസ്, റിച്വൽസ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള നമ്മുടെ പൊതുബോധം, നമ്മുടെ സാമൂഹിക അന്തരീക്ഷം, ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം എനിക്ക്
ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും എനിക്കിഷ്ടം എന്നെ മോഡേൺ ഡ്രസ്സിൽ എനിക്ക് എപ്പോഴും നമ്മളെന്തും ചെയ്യും. ഇപ്പം ഒരു ആൺകുട്ടി ആയിരുന്ന സമയത്ത് എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ആ വേഷത്തിൽ എനിക്ക് ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല. നേരെ മറിച്ച് അന്ന് സമയത്ത് എനിക്ക് വലിയൊരു മാസ് ഓഡിയൻസിന് ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാൻ എൻ്റെ സ്വത്വത്തിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഡ്രസ്സിനും അതിനൊരു ഇതുണ്ട്. നമ്മൾ എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഇപ്പം നമ്മൾ വലിയൊരു മാസ് ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഏറ്റവും കംഫർട്ടായി തോന്നുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫുള്ളി കോൺഫിഡൻറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് അവരോട് സംവദിക്കാനും അവരിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാനും അതിന് ഭയങ്കര ബോൾഡായിട്ട് അല്ലെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് അവരോട് മറുപടി പറയാനും ഒക്കെ പറ്റുന്നതിന് ഒരു കാരണം ഡ്രസ്സാണ്. അത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾക്കൊരു ഡ്രസ്സ് തരുന്ന ഒരു കോൺഫിഡൻസ് അത് ഭയങ്കര വലുതാണ്. അതെ 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 അത് പറയുമ്പോ തന്നെ എനിക്കത് ഫേസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതെ അതെ അതിപ്പം ശരണ്യക്ക് ഇഷ്ടം ഇങ്ങനെ മോഡേൺ ഡ്രസ് ആണെന്നുണ്ടെങ്കിൽ ശരണ്യ അതിലാണ് കംഫർട്ട് എങ്കിൽ ശരണ്യ കൂടുതൽ കോൺഫിഡന്റ് ആവുന്നത് ശരണ്യയുടെ കംഫർട്ട് സോൺ അനുസരിച്ചിട്ടായിരിക്കും, ആ ഡ്രസ്സ് അനുസരിച്ചിട്ടായിരിക്കും. ആരിഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതിനെ കുറിച്ചിട്ട് മറ്റൊരു കൂടുതൽ ബോധവാന്മാരാവേണ്ട ആവശ്യം അല്ലെങ്കിൽ ബോധവതികളാവേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്താണോ കംഫർട്ടായിട്ട് കിട്ടുക അത് നമ്മൾ ഡ്രസ്സ് ധരിക്കുക. അതിനുള്ള എന്താ പറയാ എല്ലാ ഇതും നമ്മുടെ ഭരണഘടന നമ്മുടെ ലോ നമുക്ക് തരുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ഇതാവേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ പറയാ ഒബ്സീൻ ആയിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ നിയമത്തിലോ ഭരണഘടനയിലോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്ക് അംഗീകരിക്കാം. നമ്മൾക്ക് എപ്പോഴും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ 2 തരം നിയമങ്ങളുണ്ട്. നമ്മളിപ്പോ എല്ലാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കാഴ്ചയിലാണ് നമ്മളിപ്പോ ശരണ്യ എന്നോട് ചോദിക്കുന്നത്. ഈ 2 തരം നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സദാചാര നിയമങ്ങൾ, രണ്ടാമത്തത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരേ സമയം ഇത് പാരലായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കും. നമ്മള് ഒരു ഭാഗത്ത് ഇപ്പം നമ്മുടെ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് വിചാരിക്കും 6 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമം അത് അനുവദിക്കുന്നുണ്ട്. പക്ഷെ സദാചാര നിയമം പലരുടെ കണ്ണിലും അത് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതെപ്പോഴും ഈ ഒരു പോക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രാക്ക് 2 ട്രാക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ അതില് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ സദാചാരത്തിന്റെ കണ്ണിൽ ഞാൻ വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം അവർക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാനൊരു പുരുഷ ശരീരത്തിൽ ജനിച്ച ഒരാളാണ്, സ്ത്രീ ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തി അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അത് സദാചാര നിയമത്തിന്റെ കണ്ണിൽ തെറ്റാണ്. പക്ഷെ എനിക്ക് എന്റെ ഭരണഘടന അത് അനുവദിച്ചു തരുന്നുണ്ട്. നമ്മൾ കൂടുതലും ഞാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു സിസ്റ്റത്തിൽ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരിക്കും, ഭരണഘടന തന്നെയായിരിക്കും. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഇപ്പം നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പലരെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല അടുത്ത്, പക്ഷെ ഞാൻ എല്ലാവരെയും വായിക്കാറുണ്ട്, എഴുത്തുകൾ വായിക്കാറുണ്ട്. വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എല്ലാവരും ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഈ സമൂഹം. പലയിടത്തു നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോരോ പ്രശ്നങ്ങൾ. ഇപ്പം പറഞ്ഞല്ലോ 6 മണിക്ക് ശേഷം സ്ത്രീക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ അതിൻ്റെ ഇരട്ടിയാണ് നേരിടുന്നത്. കാരണം അവരുടെ ഒരു മനോഭാവം വേറൊരു തരത്തിലാണ്. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ നിരന്തരം നിങ്ങളെ പോലുള്ള ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി വളരെയധികം കേരളത്തിൽ ഫാസ്റ്റായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. ആളുകളെ കുറച്ചുകൂടെ കൂട്ടായിട്ട്, ശരി നിങ്ങൾക്കിടയിൽ എന്തോ ആയിക്കൊള്ളട്ടെ, എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, പക്ഷെ അൾട്ടിമേറ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒന്നാണ്. അതൊരു എന്താ പറയുക, LGBTQ+ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സ്വത്വമുണ്ട്. അത് ആ സ്വത്വത്തിൽ, കാരണം എല്ലാവരുടെ പെയിൻ ഒന്ന് തന്നെയാണ്, ആളും സ്ഥലവും മാത്രം മാറുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന ഇപ്പം എന്താ പറയുക സദാചാരത്തിൻ്റെ ഇതിൽ 6 മണിക്ക് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിനെ എത്രത്തോളമാണ് നിങ്ങൾ അതിനെ നേരിടുന്നത്? അത് പൊതുബോധം സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സമയത്ത് ട്രാൻസ് മനുഷ്യർ ദേ ആർ ഈസിലി അവൈലബിൾ എന്നുള്ള ഒരു ഇതുണ്ട്. കമ്പാരിറ്റീവ്ലി കമ്പയർഡ് ടു വിമൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. സ്ത്രീകൾ തന്നെ നമുക്കറിയാം വളരെ അടിച്ചമർത്തപ്പെട്ട ഒപ്രസ്ഡ് ആയിട്ടുള്ളൊരു ജനവിഭാഗമാണ്. 2029 3% ഇലക്ഷന് സ്ത്രീകൾക്ക് സംവരണം നൽകുന്നുള്ളൂ. 2029 വരുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ് എന്ന് പറയണ്ട, നമുക്ക് ക്വയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതൊരു എൻറ്റയർ സ്പെക്ട്രമാണ്. ആ എൻറ്റയർ സ്പെക്ട്രത്തിന് നമ്മൾ ന്യൂ നോർമൽ മനുഷ്യരെന്നാണ് വിളിക്കുന്നത്. ദേ ആർ നോർമൽ,
ബട്ട് ന്യൂ ടു പബ്ലിക്. അതായത് പൊതുബോധം അല്ലെങ്കിൽ പൊതു വിഭാഗം മനുഷ്യരിൽ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റൻഡർ എന്ന് പറയുന്ന മനുഷ്യർക്ക് ഇത് ന്യൂ നോർമൽ ആയിട്ടുള്ള മനുഷ്യരാണ്. സ്ത്രീകൾ ഇവിടെ പണ്ട് തൊട്ടേ ഉണ്ട്, എന്നിട്ടും സ്ത്രീകൾ സ്റ്റിൽ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്നതാണ്. അത് നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പോയി വരികയാണ്. ഇതൊരു സിസ്റ്റം ആക്കിയിട്ട് ഇത് ഇന്നലെയോ ഇന്നോ ഉണ്ടാക്കിയ സിസ്റ്റം അല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. ഇവിടെ സെക്സ് മാത്രമല്ല ഉള്ളത്. സെക്സ് ഇൻ ദ സെൻസ് ഒരാളുടെ പ്രൈവറ്റ് പാർട്ട് അല്ലെങ്കിൽ സ്വകാര്യ അവയവം നോക്കിയിട്ടല്ല അയാളുടെ ജെൻഡർ തീരുമാനിക്കേണ്ടതെന്നാണ്. ഇപ്പോഴാണ് നമ്മൾ ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് സെക്സ് അസൈൻഡ് അറ്റ് ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കുഞ്ഞിന്റെ പ്രൈവറ്റ് പാർട്ട് സ്വകാര്യ അവയവം നോക്കിയിട്ട് നമ്മൾ പറയുന്നു ഈ കുട്ടി ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു ലെവലില്ല. ഇത് നമ്മൾ വർഷങ്ങളായിട്ട് ഹിറ്റ്ലറിന്റെ കാലത്ത് ജർമ്മനിയുടെ നാസി സിസ്റ്റത്തിലൊക്കെ നാസി ആ ഒരു ഇതിലെ പ്രകാരമൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഹോളോകോസ്റ്റ് ചെയ്തിട്ടുള്ളത്, കൊന്നൊടുക്കിയിട്ടുള്ളത്. അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഗേ ലെസ്ബിയൻ എന്നൊക്കെ പറയുന്നത് കൊന്നൊടുക്കിയിട്ടുള്ള. അപ്പൊ ഈ സിസ്റ്റം ഇതിന് തുടങ്ങിയതല്ല. പക്ഷെ ഇതിനു മുമ്പ് വളരെ പണ്ട് 3300 BCE എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം മനുഷ്യർക്ക് ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, സ്വീകാര്യത ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകളും നമ്മുടെ ചരിത്രകാരന്മാർ നമുക്കായിട്ട് കണ്ടെത്തി തന്നിട്ടുണ്ട്. പക്ഷെ ഈ കാലത്തിന്റെ കുത്തൊഴുക്കില് നമ്മൾക്ക് രണ്ട് ഇതിലായി. അതായത് ഉത്തമരായിട്ടുള്ള സ്ത്രീയും ഉത്തമരായിട്ടുള്ള പുരുഷനും. ഇത് തന്നെയാണ് ഹിറ്റ്ലറും പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്തിൽ ഉത്തമരായിട്ടുള്ള സ്ത്രീകളും ഉത്തമരായിട്ടുള്ള പുരുഷന്മാരും മാത്രം മതിയെന്ന്. ഇപ്പൊ വേറൊരാളും അങ്ങനെ പറയുന്നുണ്ട്. ഇല്ലില്ല, പറഞ്ഞു. അല്ല, നമുക്ക് നമ്മൾ ഈ സമകാലിക സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. കുറെ മനുഷ്യർ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്ന കുറച്ച് മനുഷ്യർ, ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന മനുഷ്യർ, ഇപ്പൊ സ്ത്രീകളുടെ പോലെ തന്നെ പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ ഇത്തരം ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എന്താ പറയാ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലെ. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വ്യത്യസ്ത ടേസ്റ്റ് ഉള്ള ആളുകൾ, വ്യത്യസ്ത രുചികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, വ്യത്യസ്ത കൾച്ചറുള്ള ആളുകൾ. ഇതുപോലെ തന്നെ മനുഷ്യരുടെ സെക്സിലും സെക്ഷുവാലിറ്റിയിലും ജെൻഡറിലും ഒക്കെ തന്നെ വൈവിധ്യമുണ്ട്. ബാക്കി എല്ലാ വൈവിധ്യങ്ങളും വി ആർ റെഡി ടു ആക്സെപ്റ്റ്, ബട്ട് ദിസ് വി വോണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ മനുഷ്യരെ എത്ര വ്യത്യസ്തരായിട്ടിരുന്നോട്ടെ, അവരുടെ വസ്ത്രം വ്യത്യസ്തമായിട്ടിരുന്നോട്ടെ, അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിട്ടിരുന്നോട്ടെ, അവരുടെ ടേസ്റ്റ് ലൈക്സ് ഒക്കെ വ്യത്യസ്തമായിട്ടിരുന്നോട്ടെ, പക്ഷെ നമ്മൾ എല്ലാ മനുഷ്യരെയും ഇൻക്ലൂസീവ് ആക്കാൻ നമ്മൾ പഠിക്കണം. അതായത് എല്ലാ മനുഷ്യർക്കും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം, എല്ലാ മനുഷ്യർക്കും സന്തോഷമായിട്ട് ജീവിക്കണം, എല്ലാ മനുഷ്യർക്കും എന്താ പറയാ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ എന്താ പറയുക അവരുടെ ഇക്വാലിറ്റിയും ഇക്വിറ്റിയും ബേസ്ഡ് ഓൺ സിറ്റുവേഷനാണ്. ഇക്വാലിറ്റി വേണോ ഇക്വിറ്റി വേണോ എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് അവർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ എല്ലാവർക്കും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയണം. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ചോദിച്ചോളാം, ആദ്യം തന്നെ ഹെയർ ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്ങനെയാണ് ഒരു ഇപ്പം ആണിൽ നിന്ന് പെണ്ണിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു വേർഡ് തെറ്റാണ്. ആണിൽ നിന്ന് ഒരിക്കലും പെണ്ണിലേക്ക് വരില്ല. ആൺ ശരീരത്തിൽ നിന്നാണ് നമ്മൾ സ്ത്രീയിലേക്ക്. അപ്പൊ ഇതൊക്കെ നമ്മള് ക്ഷമിക്കണം, എനിക്ക് പുതിയ അറിവാണ്. അല്ല, ഇത് നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. ശരണി ശരിക്കും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ. കാരണം ശരണിക്ക് അറിയാത്തൊരു കാര്യം പറയുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ടല്ല ഞാനും ശരണ്യും ഇവിടെ നിൽക്കുന്നത്. ഞാനും പല കാര്യങ്ങളും പിന്നീട് പഠിച്ചെടുത്തതാണ്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും ഉണ്ട്. പലരും ഇന്റർവ്യൂസിന് വരുന്ന സമയത്ത് ചോദിക്കും, അയ്യോ സോറി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. അത് തെറ്റല്ല. ഇത് തിരുത്തി കൊടുക്കുക എന്നുള്ളതും തിരുത്താനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതും ഇത്തരം വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മനസ്സ് സജ്ജമാക്കുക എന്നുള്ളതുമാണ് നമ്മൾ ചെയ്യുന്നത്. സോറി പറയേണ്ട ആവശ്യം. അത് വലിയൊരു അറിവാണ്. സത്യമായിട്ടും എനിക്കൊരു വലിയൊരു അറിവാണ്. ഒരിക്കലും ശരണ്യക്ക് ഒരു പുരുഷനായിട്ട് മാറാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ ശരണ്യയുടെ അങ്ങനെയൊരു ഈ ശരീരത്തിൽ നിന്ന് സ്ത്രീ ശരീരത്തിൽ നിന്ന് പുരുഷനായിട്ട് മാറും. സ്ത്രീ ശരീരമാണ്. കാരണം സ്ത്രീയുടെ മനസ്സ് പുരുഷന്റെ മനസ്സായിരുന്നു. ഓക്കെ ആണെങ്കിൽ ഇപ്പൊ ഞാനെന്ന് പറയുന്നത് പുരുഷ ശരീരമായിരുന്നു, മനസ്സ് സ്ത്രീയുടേതായിരുന്നു. അതുകൊണ്ടാണ് ഒരു ആൺ ശരീരത്തിൽ നിന്നും പെണ്ണിലേക്ക്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയേണ്ട ആണ് പെണ്ണായി. ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളെ പോലുള്ള ഇരിക്കുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് അത് തിരുത്തി പറയേണ്ട ഉത്തരവാദിത്തം ഈ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ തിരുത്തി പറയുന്നതായിരിക്കും. ആൺ ശരീരത്തിൽ നിന്ന് പെണ്ണിലേക്ക് മാറിയപ്പോൾ ഇപ്പൊ അന്ന് ഞാൻ കഴിഞ്ഞ നല്ല ദിശയൊക്കെയാണ്. അന്നും യു ലുക്ക് സോ ഹോട്ട്,
ഇന്ന് അതിലേറെ ഹോട്ടാണ്. ഞാൻ അങ്ങനെ ഇതായിട്ട് പറഞ്ഞാൽ നല്ല രസമുണ്ട്, നമ്മൾക്ക് കാഴ്ചയാണല്ലോ. അതെ വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം ഒരാൾക്ക് കാണുമ്പോൾ അയ്യോ എൻ്റെ ടേസ്റ്റ് ആണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട ചിരിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട താടിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട പല്ലാണല്ലോ എന്നുണ്ട്. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഹെയർ ആണല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞത് അതാണ്. അല്ലാണ്ട് ഹോട്ട് എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലും ഹോട്ട് എന്ന് എല്ലാവരും പറയുമ്പോൾ ഒറ്റ വാചകത്തിലേക്കാണ് എല്ലാവരും പോകണത്. ഞാൻ ആ ഹോട്ടല്ല, നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര നാടൻ ഭാഷയിൽ പറഞ്ഞു എന്ത് രസമാണ് കാണാൻ അല്ലേ. അത് ആ രണ്ട് നിങ്ങളെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ആ ഒരു ഇത് ആ ഒരു ടൈമിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും ലോങ് ഹെയർ ഒക്കെ വെച്ചിട്ട്? കാരണം ഞാൻ അധികം സീമയ്ക്കുണ്ട് അല്ലേ, സീമ ചേച്ചിയുണ്ട്, സീമയ്ക്ക് നല്ല ഹെയർ ഉണ്ട്. പിന്നെ മാത്രല്ല പിന്നെയും കുറെ കമ്മ്യൂണിറ്റിയിൽ കുറെ പേരുണ്ട്. ഞാൻ അധികം ആൾക്കാരെ കണ്ടിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട്. നിങ്ങളിത് ഇതൊക്കെ ചെറുതിലേ സ്വപ്നം കണ്ടിരുന്നോ? തീർച്ചയായിട്ടും. അതാണ് എൻ്റെ ചോദ്യം. അതാണ്, നിങ്ങൾ ഹെയർ അല്ല ഇത് ഇങ്ങനെ ആ ഒരു പെയിൻ ഉണ്ടല്ലോ, പറയാൻ പറ്റാത്ത, അതെങ്ങനെയായിരുന്നു? അമ്മ നന്നായിട്ട് സാരി ഉടുക്കുമായിരുന്നു. അമ്മ മുടിയൊക്കെ ഒതുക്കി വെച്ച് നല്ല രീതിയിൽ നടക്കുന്നു. നമ്മൾ ആ സമയത്ത് നമ്മുടെ സൗന്ദര്യ സങ്കല്പം അങ്ങനെയാണ്. മനുഷ്യർക്ക് സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ ഞാൻ ആ കാലത്ത് ജനിച്ച ആ കാലത്തെ സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഇന്ന് എനിക്ക് ഇത്തരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾ. ഇന്ന് ട്രാൻസ്മാൻ അല്ലെങ്കിൽ ട്രാൻസ് വിമൻ ആയി മാറുന്ന ആളുകളുടെ സൗന്ദര്യ സങ്കല്പം മറ്റെന്തെങ്കിലും ആയിരിക്കാം. കാരണം അവരത് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട്. അപ്പം സൗന്ദര്യ സങ്കല്പങ്ങൾ എപ്പോഴും മാറി മാറിയും. നമുക്ക് സവർണ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്, ഇല്ലാന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ വെളുപ്പിന്റെ രാഷ്ട്രീയവും കറുപ്പിന്റെ രാഷ്ട്രീയവും ഒക്കെ പറയേണ്ടി വരുന്നത്. അപ്പം ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചോദിച്ചത് ശരണ്യ, വേദനിക്കുന്ന ഒരു മനസ്സ് തീർച്ചയായിട്ടും എല്ലാ ട്രാൻസ്ഫോർമേഷനും ഉണ്ടാകും. പിന്നെ എന്റെയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണെന്നറിയാം, ഇത് രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബോയ് ആയിട്ടുള്ള ലൈഫിലും ഞാൻ വളരെയധികം തൃപ്തനായിരുന്നു, വളരെയധികം സന്തോഷമുള്ള ആൾ തന്നെയായിരുന്നു. പക്ഷെ മനസ്സിൽ നമ്മളിപ്പോ എന്താ പറയുക, സാഹചര്യമാണ് മനുഷ്യനെ ഓരോന്നായിട്ട് മാറ്റുന്നത്. അന്നത്തെ കാലത്ത് എനിക്ക് അതിനോട് സമരം ചെയ്ത് യുദ്ധം ചെയ്ത് ജീവിക്കേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് പരമാവധി താടിയൊക്കെ വെച്ച്, അന്നത്തെ കാലത്ത് എല്ലാവരും പറയാ അത് നല്ല ഭംഗിയായിരുന്നു. ഇന്നത്തെ കാലത്ത് ചിലർ പറയും അതായിരുന്നു, മിക്ക ആളുകളും പറയാ അത് തന്നെയായിരുന്നു നല്ലത്. അതും പെൺകുട്ടികളാണ് കൂടുതലും പറയാ അതായിരുന്നു നല്ലത്. കണ്ണിന്റെ കാഴ്ച, ഞാൻ എന്റെ കാഴ്ചയുടെ ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ബിഹോൾഡേഴ്സ്. സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവന്റെ കണ്ണിൽ അല്ലെങ്കിൽ കാണുന്നവരുടെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ആ രൂപത്തിൽ ഇഷ്ടപ്പെടുന്നവർ. ഞാൻ എൻ്റെ രണ്ട് രൂപം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പഴയ പേരോ പഴയ രൂപമോ പുതിയ രൂപമോ ഒക്കെ ആളുകളായിട്ട് പങ്കുവെക്കുന്നതിലോ എൻ്റെ ജീവിത രീതിയോ ഞാൻ ജീവിച്ച സാഹചര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. എല്ലാം തുറന്നു പറയണം. പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ ട്രാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യൂറായിട്ടുള്ള മനുഷ്യർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവല്ല, അവർക്കും അറിയണം ഇങ്ങനെയൊക്കെയാണ് പലരും ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ അത് തങ്ങള് അനുഭവിക്കുന്നത് ഒരു പ്രശ്നമല്ല. ഞാനൊക്കെ അനുഭവിക്കുന്ന കാലത്ത് ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമേ ഈ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യർ പല പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്നത്. നമ്മൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുക ഓരോ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, സവിശേഷമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാവുക. അത് ബെന്യാമിൻ തന്നെ പറയുന്നുണ്ട്, ഓരോ വ്യക്തികളും ഓരോ വലിയ കഥകളാണ്. ആ ഹെയർ ഇങ്ങനെ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുന്നത്, ഈ പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഗ്രാജുവൽ ആയിരുന്നോ, സഡൻ ആയിരുന്നോ, എങ്ങനെയായിരുന്നു? എൻ്റെ കാര്യം എന്ന് വെച്ചാൽ മനസ്സിൽ പെൺകുട്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ എനിക്കൊരു 2018 തൊട്ടിട്ട് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതുവരെ അതിൻ്റെ മുന്നേ വരെ വളരെ ഗേളും മസ്റ്റാഷും ലഭിച്ച് എനിക്ക് എന്താ പറയാ, അങ്ങനെ ഒരു നമ്മുടെ ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സ് അതൊന്നും ഒരു തരത്തിലുള്ള ഫെമിനിയൻ ലുക്കും കൊടുക്കാതെയാണ് ഞാൻ, ഒരുപക്ഷെ എൻ്റെ ആക്ടിങ് സ്കില്ലായിരിക്കാം, മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്കില്ലായിരിക്കാം, അങ്ങനെ ചെയ്തു. ഒരു മിനിറ്റ്, ഇതൊരു സംശയമാണ്, പലരോടും എനിക്ക് ചോദിക്കണം തോന്നിയിട്ടുള്ളതാണ്. എൻ്റെന്ന് മാത്രമല്ല ഒരുപാട് പേരുടെ. നമ്മളിപ്പോൾ ഒരു ഒരു കാലഘട്ടത്തിൽ ഇത് തിരിച്ചറിയുമല്ലോ, അല്ലെങ്കിൽ വൈകി എങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ ഇത് എൻ്റെ അസുഖമാണ്. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ എനിക്ക് മാത്രമേ ഉള്ളൂ, ഇത് നമ്മൾ ആരോട് പറയും? എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾക്ക് അത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയും. കാരണം ഇപ്പോൾ മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ട്, അന്ന് നിങ്ങൾക്ക് മുന്നിലുള്ള ആളുകളെ അറിയില്ല. കാരണം സോഷ്യൽ മീഡിയയാണ് നമ്മളെല്ലാവരെയും ഇപ്പോൾ എന്താക്കിയത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത്. മനസ്സിലായോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത് സോഷ്യൽ മീഡിയയാണ്.
എല്ലാവർക്കും അവരവരുടെ ഐഡൻറ്റിറ്റി പറയാൻ പറ്റുന്നതും. അപ്പം തന്നെ കുറേ ആളുകൾ വന്ന് സംസാരിച്ചു, ചേച്ചി എനിക്കും ഇതുണ്ടല്ലോ. എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ വൈഗ അതിനെ നേരിട്ടത്? സത്യം പറഞ്ഞാൽ ഈ തിരിച്ചറിയുക, ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരിച്ചറിയൽ പരേഡ് നടത്തുന്നത് നിങ്ങളെ തിരിച്ചറിയുന്നത് നിങ്ങളാണോ മറ്റുള്ളവരാണോ? മറ്റുള്ളവരല്ലേ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാനല്ല ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് ഒരു പെൺകുട്ടിയെ പോലെ സംസാരിക്കുന്നത്, എന്താണ് നിങ്ങൾ സ്ത്രീകളുടെ അംഗവിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സും സ്ത്രീയുടേത് പോലെയാണ്, നിങ്ങളുടെ സംസ്കാരം എന്താ ഒരു സ്ത്രീയുടെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ത്രൈണതയുണ്ട്, ഇതൊക്കെ പറഞ്ഞു തരുന്നത് മറ്റുള്ളവരാണ്. നമ്മൾക്ക് പ്രകൃതിയിലുള്ള ഒരു സാധനമാണിത്. പ്രകൃതിയിൽ എന്തുണ്ടോ അത് പ്രകൃതി വിരുദ്ധമല്ല. പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രകൃതിയിലുള്ളതാണ്. പിന്നെ ആരാണ് ഇത്തരം വലിയൊരു ഒരിക്കലും ആവശ്യമില്ലാത്തൊരു അനാവശ്യമായിട്ടുള്ള ടേം കൊണ്ടുവന്നെന്ന് എനിക്കറിയില്ല. നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട്, പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്നത്. ഒന്നും പ്രകൃതി വിരുദ്ധമല്ല. പിന്നെ നിലനിൽക്കുന്ന നിയമത്തിനെതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. ആൺകുട്ടിയാണെങ്കിൽ പ്രകൃതി വിരുദ്ധ പീഡനം എന്ന് പറയും, പെൺകുട്ടിയാണെങ്കിലോ പോക്സോ ആയി. ഇത് രണ്ടും പ്രകൃതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ കൺസെന്റ് ഇല്ലാതെ നിലനിൽക്കുന്ന നിയമത്തിനെതിരായിട്ട്, ഭരണഘടനയ്ക്ക് എതിരായിട്ട് ഒരു കാര്യം ചെയ്യുന്ന എന്നേയുള്ളൂ, അത് ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്, കുറ്റം തന്നെയാണ്. പക്ഷെ പ്രകൃതിയിലുള്ള ഒരു കാര്യം, ഇത് പ്രകൃതി വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പ്രകൃതി വിരുദ്ധരാണ് അല്ലെ? പ്രകൃതിയിൽ ഉണ്ടായിരുന്ന ഒരു സാധനത്തെ നമ്മൾ മാറ്റി കാഴ്ചയിൽ കാണുന്ന സാധനത്തെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം അത് പ്രകൃതി വിരുദ്ധം എന്നുള്ള ടേം തന്നെ നമ്മൾ പ്രശ്നമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അപ്പം ആളുകൾ ചോദിക്കും, ഭയങ്കരമായിട്ട് ഇതിനെതിരായിട്ട് ആളുകൾ സംസാരിക്കുന്നു, പ്രകൃതി വിരുദ്ധത എന്ന് പറയുന്ന സാധനമുണ്ട്, പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്ന സാധനമുണ്ട്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും നിലനിൽക്കുന്ന രാജ്യത്തിന് നിലനിൽക്കുന്ന നിയമത്തിനും എതിരായിട്ട് പ്രവൃത്തി ചെയ്യുമ്പോഴും സംസാരിക്കുന്ന ആക്ടിവിറ്റി ഉണ്ടാകുമ്പോഴുമാണ് അത് പ്രശ്നമാണ്. അത് പ്രകൃതി വിരുദ്ധമല്ല. നിങ്ങൾ ഇത് മോർ ദാൻ 1500 സ്പീഷീസിൽ ഹോമോസെക്ഷൽ ആക്ടിവിറ്റി നമ്മുടെ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും മനുഷ്യർക്ക് പ്രശ്നമല്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, സ്ത്രീ പുരുഷനോട് മാത്രമേ ചേരാവൂ, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയോട് മാത്രമേ ചേരാവൂ. അങ്ങനെയല്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ വർഷം 4500 മില്യൺ ഇയേഴ്സ് മുന്നേ നമുക്കറിയാം, യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന് പറയുന്ന ബുക്കിലെ മാനവരാശിയുടെ ചരിത്രം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോമോ ഡിയൂസ് എന്ന് പറയുന്ന ബുക്സ് അയാളുടെ ഇറങ്ങിയിട്ടുണ്ട്, യുവാൽ നോവ ഹരാരി. ഇതിൽ ചിലപ്പോൾ അയാൾ പഠിച്ചതും അയാൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പറയും ഇത് ഒരാൾ എഴുതിയതുകൊണ്ട് ഇത് ശരിയാണോ എന്നൊക്കെ നമ്മൾ പറയും. ഇങ്ങനെയുള്ള കണ്ടെത്തലുകൾ മനുഷ്യന്റെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് പ്രകൃതി വിരുദ്ധമായിട്ട് അല്ല നമ്മൾ കാണുന്നത്. ചെറുതിൽ ഞാനടക്കമുള്ളവര് നമ്മൾ കളിയാക്കിയിട്ടുണ്ട്, എന്തുവാടേ അവൻ അങ്ങനെ നടക്കുന്നത്, ആ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുള്ളൂ. നമുക്കറിയില്ല, തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ. ഇന്ന് ഞാനതിൽ ഭയങ്കരമായിട്ടും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്. സീരിയസ്ലി നമുക്ക് അറിയാൻ പറ്റാത്തൊരു പ്രായത്തിൽ അതെന്ന് വെച്ചാൽ തീരെ, അതെന്ന് വെച്ചാൽ നമ്മൾക്ക് മുതിർന്നവർ ഇതാ പറയുന്ന കേൾക്കുന്നത്. അപ്പം നമ്മളും അതാണ്, അത് നിങ്ങളെയൊക്കെ ദൂരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം ആളുകളെ. അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം, അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് ഇപ്പം ആളുകൾ പറഞ്ഞു. അപ്പം അതെന്താണെന്ന് പിന്നെ എങ്ങനെയാണ് ഇത് തിരിച്ചറിഞ്ഞത്? എനിക്ക് ഞാൻ ഇങ്ങനെയാണോ, അപ്പം ഞാൻ എങ്ങനെയാണ് എന്നെങ്ങനെയാണ് എപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്തോ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തോ സവിശേഷമായിട്ടുള്ള പ്രത്യേകതയുണ്ട് എന്നുള്ള രീതിയിൽ ചിന്തിക്കില്ല. കാരണം നമ്മൾ എപ്പോഴും കുറ്റക്കാരെന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ നമ്മളിൽ എന്തോ ഒരു തെറ്റുണ്ടെന്ന നിലയ്ക്ക് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചു തരാം. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് തിരിച്ചറിയുന്നത്. തിരിച്ചറിയുന്ന പ്രായം തൊട്ട് തന്നെ നമ്മളിൽ ഈ ഒരു സ്ത്രൈണതയും നമ്മുടെ ഈ ജസ്റ്റേഴ്സും പോസ്റ്റേഴ്സ് അംഗവിക്ഷേപങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങളല്ല കേട്ടോ, അത് പ്രശ്നങ്ങൾ കാണുന്ന ആളുകൾക്കാണ്. എനിക്കതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മൾ തിരിച്ച് മറ്റൊരാളൊരു പ്രശ്നം എന്ന നിലയ്ക്ക് പറയുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾക്ക് മാറുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മളിതാരും കളിയാക്കിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ വളരുമായിരുന്നു. നമ്മളുടെ എന്താണോ സ്വത്തും അതുപോലെ തന്നെ ജീവിക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്? പല ആളുകളും ട്രാൻസ്ഫോർമേഷൻ താല്പര്യം ഉണ്ടായിട്ട് നടത്തുന്നൊന്നും ആയിരിക്കില്ല. അപ്പൊ എന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, എനിക്ക് സ്ത്രീ ആവാൻ അല്ലെങ്കിൽ സ്ത്രീയെ പോലെ നടക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ
നാട്ടിലുണ്ടാവണം. അതിന് നമുക്ക് നിയമം മാത്രം അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയാൽ പോരാ. മനുഷ്യരുടെ മനസ്സും കൂടെ കുറച്ച് ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ഒരു വിശാല മനസ്സോടു കൂടി നമ്മൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇപ്പം നമ്മൾക്ക് ഇപ്പൊ തായ്ലൻഡ് പോലെയുള്ള അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾ, ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിൽ പോയാൽ അവിടെയൊക്കെ ലേഡി ബോയ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അവിടെ കൂടുതലും ആളുകൾ അങ്ങനെ ആയിട്ട് ജീവിക്കാൻ, അവർക്ക് ഈ അണ്ടർ സർജറി, ഡൗൺ സർജറി ഒന്നും ചെയ്യാതെ തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ആ നാട്ടിലുണ്ട്. അവർക്ക് അവിടെ ആ റെസ്പെക്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇത്തരത്തില് എല്ലാ മനുഷ്യരും, ഞാൻ പറയുന്നത് എല്ലാ ഒപ്രസ്ഡ് ആയിട്ടുള്ള, ഞാനൊരു ക്വയർ മനുഷ്യരായിട്ടോ അല്ലെങ്കിൽ ഒരു LGBT മനുഷ്യരെ മാത്രം റെസ്പെക്ട് ചെയ്യണമെന്നോ അങ്ങനെയല്ല പറയുന്നത്. എല്ലാ അടിച്ചമർത്തപ്പെട്ട വിഭാഗം മനുഷ്യർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? റെസ്പെക്ട് കൊടുക്കണം. അവിടെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ടാവും, ദളിതായിട്ടുള്ള മനുഷ്യരുണ്ടാവും, ക്വയറായിട്ടുള്ള മനുഷ്യരുണ്ടാവും. എല്ലാ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനും കൈപിടിച്ചു കൊണ്ടുവരാനും സിസ്റ്റത്തിന്റെ എല്ലാ തലത്തിലും എല്ലാ മനുഷ്യരെയും പോലെ അവർ ഭാഗമാകുമ്പോഴേ എന്തുള്ളൂ, ആ ഇൻക്ലൂസീവ് എന്ന് പറയുന്ന ആ വാക്കിന് അത് അന്വർത്ഥമാക്കുള്ളൂ. സത്യം. അപ്പം എല്ലാവരും അവിടെ അങ്ങനത്തെ ഒരു ലോകം എന്ന് പറയാൻ നമ്മൾ പരസ്പരം മനുഷ്യര് പരസ്പരം മനസ്സിലാക്കുന്നു. അവിടെ നമുക്ക് ബോഡി ഷേമിംഗ് ഇല്ല, നിറത്തിന്റെ പേരില്, വർണ്ണത്തിന്റെ പേരില്, വംശത്തിന്റെ പേരില് ഒന്നും നമുക്ക് മനുഷ്യരായിട്ട് വ്യത്യാസമില്ലാത്ത എല്ലാ മനുഷ്യരും മനസ്സുകൊണ്ട്, നമുക്കൊരു കണ്ണുണ്ട്, നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലൊരു കണ്ണുണ്ട്. ആ മനസ്സുകൊണ്ട് നമുക്ക് എല്ലാ മനുഷ്യരെയും ഇത് എനിക്കിപ്പോൾ ഇത് പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സംസാരിച്ചൊരു ഡയലോഗാണ്. ബോഡി ഷേമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാ, എന്തിനാണ് ആളുകൾ അങ്ങനെ കളിയാക്കുന്നത്? അതായത് ഇപ്പം ഇത് ഞാനാണെങ്കിലും വൈകയാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട രൂപമല്ല ഇത്, നമ്മൾ ചൂസ് ചെയ്തല്ല. അത് ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, അന്ന് ഈ കണ്ണ്, ഈ മൂക്ക്, ഈ മുടി, അല്ലെങ്കിൽ ഈ ശരീരം നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ചൂസ് ചെയ്താണെങ്കിൽ. ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങോട്ട് വിട്ടത്. ഇനിയിപ്പം ഇത് കേൾക്കുമ്പോൾ അടുത്തൊരു കമൻസ്, അങ്ങനെ വിട്ടത് പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതവരുടെ ഒരു അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതിലാണെങ്കിൽ അത് മനസ്സിലായി. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു ഇതാണ്, നമ്മളിപ്പം വൈകയാണിത് ഇങ്ങനെ വിട്ടിരുന്നെങ്കിൽ, വൈകേനാണ് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ വൈക പറയും ഉറപ്പായിട്ടും പുരുഷനെ മാറ്റിയിട്ട് എനിക്ക് ആ സ്ത്രീയുടെ ഇത് വൈക ആർജിച്ചെടുത്തതാ. അതൊരു സാധ്യത നമ്മൾ ഉപയോഗിച്ചു, നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു പോസിബിലിറ്റി നമ്മളത് ഉപയോഗിച്ചു. എല്ലാ മനുഷ്യർക്കും ഇത് അഫോർഡ് ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ആക്സസിബിൾ ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യരുടെ, ഇത് പണം വേണം, അത് ഈ പറഞ്ഞ മാതിരി ആർജവം ഉണ്ടായിരിക്കും, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ സജ്ജരായിട്ട് നിൽക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ബാരിയർ, പൊതുബോധം എന്ന് പറയുന്ന ബാരിയറിനെയൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റി തട്ടി പുറത്തു വരണം. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും കഴിയുന്നതല്ല. എല്ലാ മനുഷ്യരും ഒരു ഫ്രെയിമിന്റെ ചട്ടക്കൂടില്, ഇതാണ് ഞാൻ പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് ഈ ഫ്രെയിം പൊളിച്ച് പുറത്തു വരിക എന്ന് പറയുന്നത് പല മനുഷ്യർക്കും നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്കറിയാം പല സാധനങ്ങളും തെറ്റാണെന്നും, തെറ്റാണ് എന്ന് പറയുന്നത് പോലും അത് സബ്ജക്റ്റീവാണ്. മനുഷ്യർ തെറ്റ് എന്ന് പറയുന്ന സാധനം പോലും ശരിയും തെറ്റുമില്ല. ഇതൊക്കെ സാഹചര്യം, രാജ്യം, മനുഷ്യന്റെ മനസാക്ഷികൾ, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ശരിയും തെറ്റുള്ളത്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ ഒരു നമ്മളുടെ ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതൊന്നും ശരിയായിട്ടുള്ള ഒരു ബോധമല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇതിന് കടന്നു വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ ചോയ്സും ഇഷ്ടങ്ങളും ഒക്കെ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്ന സാധനങ്ങളാണ്. ഇതൊന്നും നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളൊന്നുമല്ല. പല സ്വാധീനം, നമ്മളുടെ ജാതിബോധം, നമ്മുടെ മതബോധം, നമ്മുടെ വർഗബോധം, വർണ്ണബോധം, ഇതൊക്കെ സ്വാധീനം വലയത്തിട്ട് വരും. അപ്പൊ അവിടെ നമ്മൾ ചെറിയ 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 ചേഞ്ചസ് കൊണ്ടുവരും. ചില മനുഷ്യർ ചെറിയ ചെറിയ നവോത്ഥാനങ്ങൾ, പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, പുരോഗമന ചിന്താഗതിക്കാർ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ചെറിയ 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 ചേഞ്ചസ് കൊണ്ടുവരും. അങ്ങനെ ഇതൊരു കുറേ വർഷം എടുത്ത്, കുറേ മനുഷ്യർ കഷ്ടപ്പെടുത്ത്, കുറേ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിന് ചെറിയൊരു മാറ്റം വരും. തീർച്ചയായും. അതിന്റെ ഒരു എനിക്കൊന്ന് റീസെന്റ് ആയിട്ട് പോലീസിൽ ജോലി കിട്ടിയില്ലേ കേരളത്തില്, ട്രാൻസ്ജെൻഡറിന്? ഇല്ല, കേരളത്തിൽ കിട്ടിയിട്ടില്ല. തമിഴ്നാട്ടിൽ കിട്ടി. കേരളത്തിന് അടുത്തിടെ വേറെ എന്തോ ഒരു കേരളത്തിൽ പറഞ്ഞിട്ടുള്ളത് 100 ട്രാൻസ് ആയിട്ടുള്ള പോലീസുകാർക്ക് അവസരം കൊടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിൽ ഒരു ആക്ട് ഉണ്ട്, പോലീസ് ആക്ട് ഉണ്ട്. ഈ പോലീസ് ആക്ടിൽ അമെന്റ്മെന്റ് വരണം, ഭേദഗതി വരണം. ആ അമെന്റ്മെന്റ് വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ ഇത് ഒരു വാഗ്ദാനം എന്ന നിലയ്ക്ക്, പിന്നെ ഇങ്ങനെ വാഗ്ദാനങ്ങളും ഭരണകർത്താക്കളുടെ കയ്യിൽ നിന്നുള്ള ഈ ഇടപെടലും ഒക്കെ നമ്മൾക്ക് കുറച്ചും കൂടെ പ്രതീക്ഷ തരുന്ന. തീർച്ചയായും ഈ കമ്മ്യൂണിറ്റിയിൽ കുറെ കൂടെ നമ്മൾക്ക് ഓക്കെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാലും എനിക്ക് ജീവിക്കാം, അല്ലെങ്കിൽ
കുറച്ചുകൂടെ സമൂഹത്തിലൊരു ചേർത്ത് നിർത്തൽ ഉണ്ടാവും. പണ്ടത്തെ പോലെ നമ്മൾ തെരുവിൽ കഴിയേണ്ടി വരില്ല എന്നുള്ളൊരിതുണ്ടല്ലോ. ഇപ്പൊ വീട് എവിടെയാണ് വൈഗയുടെ സ്വന്തം? എന്റെ സ്വന്തം വീട് കോഴിക്കോട് തന്നെയാണ്. മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ അച്ഛൻ്റെ സെക്കൻഡ് വൈഫ് ഇങ്ങനെയാണുള്ളത്. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ 8 വയസ്സുള്ള സമയത്ത് അച്ഛനും അമ്മയും ഡിവോഴ്സാണ്. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. അച്ഛൻ വേറെ വിവാഹം കഴിച്ചു, അമ്മ അതുപോലെ തന്നെ വേറെ വിവാഹം കഴിച്ചു പോയി. ചെറുപ്പത്തിൽ തൊട്ടത്തെ എനിക്കൊരു സ്പേസ്, ഈ പല കാര്യങ്ങളോടും എനിക്കൊരു വിയോജിപ്പും ഒക്കെ ഉണ്ടാവാൻ കാരണം എന്താ വെച്ചാൽ ഒറ്റയ്ക്ക് ലോകത്തെ കാണാനും പഠിക്കാനും പറ്റിയെന്നുള്ളതാണ്. അപ്പം ആരും അതിനൊന്നും അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിച്ചേൽപ്പിച്ചത് നമ്മൾ എങ്ങനെയൊക്കെ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കിയത്. സ്വന്തം വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ തന്നെ സ്വായത്തമാക്കുകയാണ് ചില പ്രോബ്ലം എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കണം, സോൾവ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ സ്വയമായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടത്തും. ഹീലിംഗ് അതൊരു വലിയ കാര്യമാണ് വൈഗ. അതാണ് നിങ്ങൾക്കൊരു ബേസ് ഉള്ളത്. നിങ്ങൾക്കെന്ന് വെച്ചാൽ സ്വയമായിട്ട് ഹീൽ ചെയ്യുന്നവർക്ക് ഭയങ്കര വലിയ അടിത്തറയാണ്. മനസ്സിലായില്ലേ? ഈ ഒറ്റയ്ക്ക് ലോകം കാണുന്നവരുടെ ഒരു വലിയ അടിത്തറയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇപ്പം വൈഗയുടെ എത്ര വയസ്സ് വരെ പുരുഷനായിട്ട് നിന്നത്? പുരുഷ ശരീരത്തിൽ ഞാൻ ജീവിച്ചത് 35 വയസ്സ് വരെ പുരുഷ ശരീരത്തിലായിരുന്നു. കല്യാണം കഴിച്ചിരുന്നോ? ഇല്ല, കല്യാണം എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് ആർജിച്ചെടുത്ത ജീവിതത്തിലാവുമ്പോൾ നമുക്ക് തീരുമാനങ്ങളും നമ്മുടേതായിരിക്കും. എൻ്റെ ഒരു +1 +2 ഡിഗ്രി, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊണ്ട് അധ്വാനിച്ച് പഠിച്ചതാണ്. എൻ്റെ വീട്ടുകാരുടെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയി. അച്ഛൻ വേറെ വിവാഹം കഴിച്ചു, അമ്മ വേറെ വിവാഹം കഴിച്ചു. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ജീവിതത്തിൽ വളരെ കുട്ടിക്കാലം തൊട്ടിട്ട് തന്നെ വഴക്കും പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിച്ച ഒരാളായതുകൊണ്ട് അന്നത്തെ കാലത്ത് കുറേ കരഞ്ഞിട്ടുണ്ട്. ഇന്നും എനിക്ക് വേണമെങ്കിൽ അത് ആലോചിച്ച് കരയാനുള്ള സമയമുണ്ട്. പക്ഷെ എനിക്ക് അത് ആലോചിച്ച് കരയാനുള്ള നേരമില്ല. എനിക്ക് എന്നെ പറ്റി ചിന്തിക്കാനുണ്ട്. എനിക്ക് എന്തൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും സിഗ്നേച്ചർ ഇവിടെ ബാക്കിയിട്ടിട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പൊ ഈ സിഗ്നേച്ചർ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും യുണീക്കായിട്ട് മാറണം. അത് ചിലപ്പം ഇത്തരം മനുഷ്യർ ഇവിടെ വോയിസ് ഇല്ലാതെ കിടക്കുന്ന മനുഷ്യരുടെ വോയിസ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് മാറുക. ഇതൊക്കെ തന്നെയായിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത്. എപ്പോഴും ഇപ്പം ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ആള്, അവരിനി എത്ര ആളുകൾ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേട്ടുള്ളത്. പക്ഷെ അവരിട്ടൊരു സിഗ്നേച്ചർ ഉണ്ട്, ശബരിമലയിൽ കയറി എന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആണ്. പക്ഷെ മനുഷ്യരിട്ടിട്ട് പോകുന്ന ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അവരുണ്ടാക്കിയെടുക്കുന്ന ചരിത്രം. അത്തരത്തില് എല്ലാ മനുഷ്യരും യുണീക്കായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ യുണീക്കായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികളും യുണീക്ക് ആവണം. യുണീക്ക് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ബ്രോഡ് മൈൻഡഡ് ആയി, കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാ മനുഷ്യരും ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അവിടെ ജാതിയില്ല, മതമില്ല. പക്ഷെ നമുക്ക് എന്തുണ്ടാവും? വിവരം വേണം, വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള കാര്യം. വിദ്യാഭ്യാസം മാത്രമുള്ളത് കൊണ്ട് വിവരം ഉണ്ടാവില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. ഇതിന് വേണ്ടത് നമ്മൾ സ്വയം മെച്ചപ്പെടുത്തുക, സ്വയം പുതുക്കുക എന്നുള്ളതാണ് അപ്ഡേഷൻ എന്ന് പറയുന്ന സാധനം. ശരി, നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്യണം. ലേണിംഗ്, റീലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ജനിച്ച സമയത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, അത് ലേണിംഗ് ആയിട്ട് കിടക്കുകയാണ്. അവിടെ കുറെ സാധനങ്ങൾ, വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ അൺലേൺ ചെയ്യണം. അൺലേൺ ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ നമ്മൾ റീലേൺ ചെയ്യണം. ഇത് പ്രോസസ്സായിട്ട് വരണം. ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെ ആയാലും അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് ആയാലും CME എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ CME, കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. നമ്മളൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് എല്ലാം പഠിച്ചു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അവരുടെ ലോസ് എല്ലാം പഠിച്ചു എന്ന് വെച്ച് അവർ തീരുന്നില്ല. ലോസിൽ അമെൻമെന്റ്സ് വരും, ഭേദഗതി വരും. ഇതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ഡോക്ടേഴ്സ് അവരുടെ സിലബസ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊറോണ വന്നു, അല്ലെങ്കിൽ ഒരു നിപ്പ വന്നു, ഇതാരെ കണ്ടുപിടിച്ചത്? ഇപ്പൊ നിപ്പ കണ്ടുപിടിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനൂപാണ്. അയാളുടെ പാഠങ്ങൾ മാത്രമേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അയാൾക്ക് ഇതിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ കീപ്പ് ഓൺ അപ്ഡേറ്റ് എന്നതാണ്. അത് നമ്മൾ എപ്പോഴും അത് ഈ പറഞ്ഞ മാതിരി ഡോക്ടറോ വക്കീലോ മാത്രമേ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആസ് എ ഹ്യൂമൻ ബീങ് എന്ന തരത്തിൽ നമ്മൾ ഓരോ മനുഷ്യരും ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. പത്രം വായിച്ചാൽ മാത്രം പോരാ, ദൃശ്യ, പത്ര, ശ്രവ്യ മാധ്യമങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. നമ്മൾ മനുഷ്യർ സംസാരിക്കുമ്പോൾ അവരെ കേൾക്കാൻ നമുക്ക് മനസ്സിലാവണം. എന്നിട്ട് നമ്മൾ പണ്ട് പഠിച്ചു വെച്ച ബോധം വേണോ എടുക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കുന്നതാണ്. പഠിച്ച് പഴകി വെച്ച കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയതാണ്.
പക്ഷെ നമ്മുടെ സയൻസിലൊക്കെ അപ്ഡേഷൻ വരുന്ന എനിക്ക് അപ്ഡേഷനെ ഉൾക്കൊള്ളാൻ പ്രാപ്തരായിരിക്കും. തീർച്ചയായും. ഇപ്പം വൈഗ എത്ര വരെ പഠിച്ചു? PG? പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം +1 +2 കഴിഞ്ഞു. പിന്നെ ഡിഗ്രി ഗുരുവായൂരപ്പൻ കോളേജിലാണ് പഠിച്ചത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ്, സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്. അത് കഴിഞ്ഞിട്ട് MBA ചെയ്തു. MBA ചെയ്തത് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് HR ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് MA എക്കണോമിക്സ് ചെയ്തു. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത്. കാരണം ഞാൻ BA എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് എനിക്ക് ചെയ്യേണ്ടത് MA എക്കണോമിക്സ് ആയിരുന്നു. പക്ഷേ മീൻവൈൽ ഞാൻ MBA എടുത്തിട്ടാണ് പിന്നീടാണ് ഞാൻ MA എക്കണോമിക്സ് ചെയ്യുന്നത്. ഇപ്പം പഴയ സൗഹൃദം ആ സമയത്തെല്ലാം ഒരു വൈഗ, ആ പേര് സനൂജ്. സനോജ്. സനൂജ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതിനിടയ്ക്ക് ഈ അന്ന് കൂടെ പഠിച്ചവരൊക്കെ ഇന്ന് എങ്ങനെയാണ് നമ്മളോട്? അത് അന്നുണ്ടായിരുന്ന ആൾക്കാർ ഒരു പ്രത്യേക കാലയളവിൽ അവർ അദൃശ്യരായി പോയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നീട് ഇപ്പോൾ അവര് വിളിക്കാൻ തുടങ്ങി. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സ്റ്റിൽ അവരിപ്പോഴും പൊതുബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളിത് ചെറുതിലെ ലേൺ ചെയ്തിട്ട് ഇപ്പൊ വന്നു. അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ അവര് സ്റ്റിൽ ഇൻ ബിറ്റ്വീൻ, അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിന്റെയും അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ശരീരത്തിന്റെ ഇടയിൽ കുറച്ച് നിൽക്കുന്ന സമയം ഉണ്ടാവും നമുക്ക് ട്രാൻസ് മനുഷ്യർക്ക് എസ്പെഷ്യലി. ഞാൻ പറയുന്നത് LGBT എല്ലാവരും അല്ല, ട്രാൻസ്ജെൻഡേഴ്സിന് ഈ ട്രാൻസ്ഫോർമേഷൻ ടൈം ഉണ്ടാവും. അത് മെയിൽ ടു ഫീമെയിൽ ആണെങ്കിലും ഫീമെയിൽ ടു മെയിൽ ആണെങ്കിലും ഇൻ ബിറ്റ്വീൻ നമ്മൾ നിൽക്കുന്ന സമയത്ത് ദേ വോണ്ട് ആക്സെപ്റ്റ്. കാരണം നിങ്ങൾ ഒരു ആണുമല്ല പെണ്ണും അല്ലാത്ത കോലത്തിലൊക്കെയാണ്, അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് മനുഷ്യർ എങ്ങനെയാണോ അവരെ അങ്ങനെ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുക. ഏതിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിൽ ഉൾക്കൊള്ളാൻ പല ആളുകൾക്കും മടിയുണ്ട്. അതിലുള്ളൊരു പ്രധാന പ്രശ്നം, പലരും എൻ്റെ വാട്സപ്പിൽ എനിക്കുണ്ടല്ലോ, ഈ പല സ്ഥലങ്ങളിൽ LGBTQ ആളുകൾ നടത്തിയ മോശം കാര്യങ്ങളൊക്കെ, മോശം എന്ന് പറഞ്ഞാൽ സെക്സ് വർക്ക് മാത്രമല്ല, സെക്സ് വർക്ക് അതൊരു മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതല്ല, ഈ അക്രമങ്ങള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇവരെ ഓടിക്കണം, നാട് കടത്തണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ അന്നേരം ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് പറ്റില്ല വേണ്ട. അത് നിങ്ങൾ വിദ്വേഷ പ്രചരണം നടത്തുന്നത് എന്തിനാ? വൈകിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, വൈകി ആ സ്ഥലത്തു നിന്ന് പൊക്കോളും. മറ്റേ ഞാൻ പടത്തുന്നത് റോസിക്ക് ഇഷ്ടമില്ല, റോസി വീട്ടിൽ നിന്ന് പൊക്കോളും എന്ന് പറഞ്ഞാലേ, റോസി പൊക്കോ, റോസിക്ക് എന്നെ കൂടെ കൊണ്ടുപോകുന്നത് എന്തിനാ? മനസ്സിലായോ? അത് ഭയങ്കര, നമ്മൾ ഒരിക്കലും ചെയ്യരുത്, അത് ഒരു മനുഷ്യനോടും ചെയ്യരുത്. കാരണം എപ്പോഴും ഇങ്ങനെ വീഡിയോക്കകത്ത് ഇങ്ങനെ വരും, പലരും കമന്റ് ചെയ്യുന്ന, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ, അങ്ങനെ ഒരു കുഞ്ഞ് ഉണ്ടാവോ ഉണ്ടാവാതിരിക്കുക, അതൊന്നുമല്ല. ഇതിനെ നിങ്ങൾ കുഞ്ഞുണ്ടാവാൻ വരെ കാത്തിരിക്കുന്നത്, ഇവരെ സ്നേഹിച്ചാൽ പോരെ. ആളുകളുടെ ഒരു ചിന്ത കുഞ്ഞുണ്ടായ ആ കുഞ്ഞുങ്ങളുടെ വീട്ടിലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ്. ഇത് ഉണ്ടാവണം. കാരണം ഇത് പ്രകൃതിയിലുള്ള ഒരു സാധനമാണ്. പ്രകൃതി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തത് ഈ സ്ത്രീയും പുരുഷനെയും മാത്രമാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെ എല്ലാ സെക്ഷുവാലിറ്റി വൈവിധ്യങ്ങളോട് കൂടിയുള്ള, ജെൻഡർ വൈവിധ്യങ്ങളോട് കൂടിയുള്ള മനുഷ്യരുണ്ടായിരുന്നു, ഉണ്ടാകും, നാളെയും ഉണ്ടാകും. ഇത് നമ്മൾ ഇതിലേക്ക് ഈ സ്ത്രീയും പുരുഷനും മാത്രം കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്ക് ഇത് മതി. ഇവരുടെ വിചാരം ഇതാണ് ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഉത്തമ സ്ത്രീ എന്നാണ്. അല്ല, പ്രകൃതിയിലുള്ള എല്ലാം ഉത്തമം തന്നെയാണ്. പ്രകൃതിയിൽ ഉണ്ടാവുന്ന ചിലപ്പോൾ പ്രകൃതിയിൽ നമ്മൾ ഈ പറയുന്ന മാതിരി പല ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ടാകും. ഇവരെയും നമ്മൾ ഉൾക്കൊള്ളണം. ഇവരെയും നല്ല, ഇവരും ഇതിന്റെ ഭാഗമാണ്. ഇവരെയും തന്നെ പ്രശ്നമാണ്. സത്യം നമ്മൾ തന്നെ വേർതിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇത്ര നന്നായിട്ട് ചിന്തിക്കണം, നല്ല രീതിയിൽ പോകണം, സമൂഹത്തിലെ എല്ലാത്തിനും ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഈ സിസ്റ്റത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോലും നമ്മുടെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വേർഡുകളൊക്കെ വരുന്നത്. ഇവരെയും എന്നല്ല, ഞാൻ തമാശക്ക് ഞാൻ പറയും, ഞാൻ എത്ര പുരോഗമനം പറഞ്ഞാലും എന്റെ ഉള്ളിൽ ഒരു കൊലയുണ്ടെന്ന്. കുലാന്ന് പോലും അല്ല പറയുന്നത്, കൊല. അതായത് ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും അത് ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് കാര്യങ്ങൾ കളഞ്ഞ് തന്നെ പോവാണ് നമ്മൾ. ഞാൻ സത്യം പറഞ്ഞ വൈഗയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളായിരുന്നു ആദ്യം മുതലേ. അത് ഞാൻ ഒരുമാതിരിപ്പെട്ട ട്രാൻസിനോട് സംസാരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഓഡിയൻസ് വേറെയും കുറേ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഓട്ടം അതൊന്നും എൻ്റെ പ്രശ്നമല്ല, യൂട്യൂബ് വ്യൂവേഴ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ, എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെന്നല്ല, അത് നമ്മുടേതെന്നും കൂടെ, അതായത് ഒരു പ്രശ്നം പറയാൻ പറ്റണം, പല പ്രശ്നങ്ങളും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അച്ചീവ്മെന്റ്സ് മാത്രമല്ല, കണ്ണീര് മാത്രമല്ല, ചിലത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചിട്ട് പോകണം. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ സ്റ്റേറ്റ്മെന്റ്സുകൾ, അതിങ്ങനെ നമ്മൾ കുറച്ച് ഇട്ടിട്ട് പോകണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൊബൈലിൽ അയക്കുന്നുണ്ട്, ഇവരെയൊക്കെ ഇങ്ങനെ അടിച്ചു ഓടിക്കണം, എന്നിട്ട് പല രാജ്യങ്ങളിൽ നിന്ന് ഇവരെ പുറത്താക്കിയതിൻ്റെ ന്യൂസൊക്കെ ഭയങ്കര സന്തോഷത്തോടെ അയക്കുമ്പോൾ
ഞാൻ ഇപ്പോഴും പറയുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് വേണ്ട വിട്ടോളൂ. നിങ്ങൾ ഒരാളെ നാശം വിതയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ നാശം വിതയ്ക്കുന്നവർക്കൊക്കെ എന്താ പറയുക, അതല്ല മനുഷ്യ സ്നേഹം. അവരെ മനുഷ്യരല്ല എന്ന് എനിക്ക് അവരെ മനുഷ്യരായിട്ട്, മൃഗമായിട്ട് കാണാമെന്ന് ചോദിച്ചാൽ അതും പറ്റത്തില്ല. മൃഗം മിണ്ടാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അതുങ്ങൾക്ക്. അത് നിങ്ങൾ വിശന്നാലേ ഇര പിടിക്കത്തുള്ളൂ എന്ന് പറയുന്നത് അല്ലേ. മനുഷ്യരതല്ല, വെറുതെ ഇരിക്കുമ്പോൾ ഒരു ടൈം പാസിന്, ഒരു മനസ്സുഖത്തിന്. ഈ ഞാൻ മേരിക്കുട്ടി എന്ന് പറയുന്ന സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, ഇത് കഴിവുള്ളവരുടെ ലോകമാണ് എന്ന് പറയാം. ഇത് കഴിവുള്ളവരുടെ ലോകമല്ല, ഇത് കഴിവുള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഒക്കെ ലോകമാണ്. ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റണം. കഴിവുള്ളവർ മാത്രം ജീവിച്ചാൽ പോരാ. വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അറിവും പദവികളും ഉള്ള മനുഷ്യർ മാത്രമുള്ളവല്ല. ഇവിടെ മനുഷ്യർ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് അവന്റെ സാഹചര്യങ്ങളിൽ അവര് മെച്ചപ്പെട്ട ജീവിത രീതി ഒരുക്കി കൊടുക്കാൻ നമ്മൾ കൂടെ ബാധ്യസ്ഥരാണ്. തീർച്ചയായും ഈ പ്രകൃതി നമുക്ക് എല്ലാവർക്കും എല്ലാം തന്നിട്ടുണ്ട്. അത് എല്ലാവരുടേതുമാണ്, ഒരാളുടെ. അതാണ് എന്നോട് കുറച്ച് നേരങ്ങളിൽ സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. അല്ല, എനിക്ക് ശരണ്യയുടെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരണ്യ അങ്ങനെ വളരെ കുറച്ച് പേരുടെ ഇന്റർവ്യൂസ് ആണ്. കാരണം നമ്മൾ രണ്ടുപേരെയും കംഫർട്ട് ആക്കിയിരിക്കും. അപ്പൊ ശരണ്യയെ എനിക്ക് കംഫർട്ട് ആക്കേണ്ട ആവശ്യമുണ്ട്. ശരണ്യ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ശരണ്യയെ കംഫർട്ട് ആക്കി നിർത്തേണ്ട ആവശ്യമുണ്ട്. ശരണ്യക്ക് എന്നെയും ഇതാണ് മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇതാണ് സമൂഹത്തിലേക്ക് നമ്മൾ പോകേണ്ടത്. സമൂഹത്തിലും ഈ പറഞ്ഞ മ്യൂച്വൽ റെസ്പെക്ടും അണ്ടർസ്റ്റാൻഡിങ് എവ്രി ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ എല്ലാ സഹജീവികളോടും നമ്മൾ ആ ഒരു മനോഭാവം പുലർത്തേണ്ടത്. തീർച്ചയായിട്ടും അതാണ് നമ്മളെപ്പോഴും താന്നു കൊടുക്കലൊന്നുമല്ല. എന്നോട് എങ്ങനെ ഒരാൾ പെരുമാറണം എന്ന് ഞാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമേ അയാൾക്ക് എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇത് ബൈബിളിലൊരു വചനമാണ്, പക്ഷെ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വചനം. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യാൻ തരണം എന്ന് ആഗ്രഹിക്കുന്നു, നീ അത് അവരോട് ആദ്യം ചെയ്യുക. പരിഗണന, നിങ്ങളെ കേൾക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ എന്തോ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അതൊന്ന് ചെവി കൊടുക്കുക. അത് തന്നെയാണ്. എന്നാലും ഭയങ്കര സന്തോഷം. ഇനിയും നമ്മൾ കണ്ടുമുട്ടും. ഇപ്പൊ ഒരു ചെറിയ ഇടവേളയാണ്. ഓക്കെ, താങ്ക് യു. ശരണ്യയുടെ പുതിയ ചാനലിന് എല്ലാവിധ ആശംസകളും. ഓ താങ്ക് യു.